വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രഗ്നൻസി നീണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. നീണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയാം, ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ് എന്നീ ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും അതിന് താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ഭയങ്കര വൾഗറായിട്ട് കമന്റ്സ് ഇടുന്ന ഒരുപാട് ഞരമ്പന്മാർ ചാനലിൽ കറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഉണ്ടാവല്ലോ, ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ട് ചോദിക്കേണ്ട കാര്യങ്ങൾ. ഈ കമന്റ്സ് ഒക്കെ വായിച്ചതിന് ശേഷം ഇവർ ചെയ്യുന്നത് ഈ കമന്റ് ഇട്ടവരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള തരത്തിൽ അവരുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് നിന്റെ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നുള്ള രീതിക്കാണ് ഇവർ കമന്റ് ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു ലൈൻ മാത്രം വായിച്ചിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള കമന്റ്സ് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദിവസങ്ങളെ അഫക്ട് ചെയ്യുന്നതിന് അതിനൊരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ സംസാരിക്കുന്നത് സലൈവയും സെമനെയും പറ്റിയിട്ടാണ്. നമ്മുടെ പുരുഷന്റെ ബീജവും അതുപോലെ സലൈവ, നമ്മുടെ വായിലെ ഉമിനീര്, ഇത് രണ്ടും തമ്മിൽ ചേർന്ന് കഴിയുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ സ്പേമിന് സംഭവിക്കും. അത് പലർക്കും മിസ്കാരേജ് പലർക്കും പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സെമന്റെയും സലൈവയുടെയും pH ബാലൻസിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് സംസാരിക്കുമ്പോഴേക്കും പറയാറുണ്ട്, നമ്മുടെ വജൈനൽ pHഉം സെമന്റെ pHഉം തമ്മിൽ ജോയിൻ ആകുന്ന സമയത്താണ് ഇതിന് ഈസി ആയിട്ട് അകത്തേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. ഈ pH ബാലൻസിന് വ്യത്യാസം വരുമ്പോഴേക്കും നമുക്ക് വജൈനയുടെ ഓപ്പണിംഗിൽ ചൊറിച്ചില്, മറ്റുള്ള ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വജൈനയുടെ pH ബാലൻസിന് വ്യത്യാസം വരികയും ഇതിന്റെ ഭാഗമായിട്ട് സെമന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഈ ഒരു സെമനും അതുപോലെ സലൈവയും തമ്മിൽ മിക്സ് ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും pH ബാലൻസ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരു മോശകരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സെമന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇതിന്റെ രണ്ടിനെയും തമ്മിൽ ജോയിൻ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള നമ്മുടെ സലൈവയിൽ അടങ്ങിയിട്ടുള്ള പല എൻസൈംസും ഈ ഒരു സെമന്റെ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അതിന്റെ ഒരു ടെയിലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ സെമൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ഹെഡ് പോലുള്ള ഒരു പോർഷനിൽ ഒരു ഓവൽ ഷേപ്പിൽ ഉണ്ടാവും. അതിനുശേഷം ഒരു വാല് പോലെ ഇതിങ്ങനെ ചുരുണ്ട് ഇങ്ങനെ നീണ്ടാണ് ഇത് പോകുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത് ഇതിന്റെ ടെയിലാണ്. ആ മൂവിങ്ങിനെ തന്നെ, ആ ഒരു ടെയിലിന്റെ സ്ട്രക്ചറിനെ തന്നെ അഫക്ട് ചെയ്യുമ്പോഴേക്കും ഇതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മുൻപോട്ടേക്ക് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അതിന്റെ സ്ട്രക്ചറിനെ ഇത് അഫക്ട് ചെയ്യണു. ടെയിലിന്റെ സ്ട്രക്ചറിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് സ്വിം ചെയ്യാൻ പറ്റുക മാത്രമല്ല ഇതിന്റെ മോട്ടിലിറ്റിയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലർന്നിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു അംശവും നിങ്ങളുടെ സലൈവയിൽ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സലൈവയും സെമനും തമ്മിൽ ഒരു കോണ്ടാക്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ടും സെമന്റെ സ്ട്രക്ചറിനെ ഡയറക്റ്റ്ലി അഫക്ട് ചെയ്യാൻ ഭാഗത്തിന് ഈ സലൈവ മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അസിഡിക് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതൽ എടുത്താൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത്, ഇതിൽ ഈ ഒരു സലൈവയുടെ അകത്ത് ആന്റി ബാക്ടീരിയൽ ഏജൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളുടെ വായയുടെ അകത്തേക്ക് മറ്റുള്ള എന്തെങ്കിലും ബാക്ടീരിയാസ് കടക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഏജൻസ് സലൈവയിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് വായിൽ പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ വായ ശുദ്ധമാക്കി വെക്കുന്നതിനും ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ സലൈവ വഴി കിട്ടുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ ആന്റി ബാക്ടീരിയൽ എഫക്ട്സ് ശരീരത്തിലുള്ള സലൈവയിൽ ഉള്ളത് കൊണ്ട് തന്നെ സെമനും ഇതുമായിട്ട് ചേരുന്ന സമയത്ത് സെമനിൽ അടങ്ങിയിട്ടുള്ള, സ്പേമിൽ അടങ്ങിയിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസിനെ അഫക്ട് ചെയ്യുന്നതിന് ഇത് കാരണമാവുന്നു. ഗുഡ് ബാക്ടീരിയാസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പേമിന്റെ ഹെൽത്തിനെയും ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ടും തമ്മിൽ മിങ്കിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും കൂടുതൽ രണ്ടും തമ്മിൽ മിങ്കിൾ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് ഓറൽ ആയിട്ട് ചെയ്യുന്ന കോണ്ടാക്ട്.
ഓറൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സ്ത്രീകളാണ് പുരുഷന് ആ ഓറൽ സെക്സ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങളുടെ സലൈവ ആ ഒരു മെയിൽ ഓർഗനിൽ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകൾ ചില സിറ്റുവേഷൻസിൽ ഓറൽ സെക്സ് ചെയ്തതിന് ശേഷം ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എത്തുന്ന സമയത്ത് ഇജാക്കുലേഷൻ അകത്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെമനും അതുപോലെ തന്നെ സലൈവയും തമ്മിൽ മിങ്കിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷനിൽ ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ലൂബ്രിക്കേഷൻ ശരീരത്തിൽ ഉണ്ടാവാറില്ല. ലൂബ്രിക്കേഷൻ ആയിട്ട് നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. എന്നാൽ സെർവിക്കൽ മ്യൂക്കസ്, അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് ഓർഗാസം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതുണ്ടാകാത്ത സമയത്ത്, അതായത് ചില ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വജൈനൽ പോർഷൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. ഡ്രൈ ആവുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീക്കോ അതുപോലെ തന്നെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുരുഷനോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. ചില ആളുകൾ സ്പെർം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് യൂസ് ചെയ്യാറ്. മറ്റുള്ള ആളുകൾ നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ചിലർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ചിലർ അലോവേര ജെല്ല് യൂസ് ചെയ്യാറുണ്ട്, ചിലർ എഗ് വൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പച്ചമുട്ടയുടെ വെള്ളം. ചിലർ യൂസ് ചെയ്യുന്നത് സലൈവയാണ്. ഈ സലൈവ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുമ്പോൾ അതിനൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സലൈവ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന സെമന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ സലൈവ കാരണമാകുന്നു. അതുകൊണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ സലൈവ യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് പല ഡോക്ടേഴ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സലൈവയും സെമനും ചേർന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് മാക്സിമം നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓറൽ സെക്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കഴിവതും ഓറൽ സെക്സ് ആ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഓവുലേഷൻ ഡേറ്റിലെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓറൽ സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ആക്കിയതിനു ശേഷം, അതായത് എന്തെങ്കിലും സലൈവ അവിടെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇന്റിമേറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്ചാർജും വരുന്നില്ലെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ഫോർപ്ലേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ചാർജുകൾ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പേം ഫ്രണ്ട്ലി അല്ലാത്ത ലൂബ്രിക്കൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ ഈ പറഞ്ഞ നമ്മുടെ സലൈവയുടെ എഫക്റ്റ് പോലെ തന്നെ ശരീരത്തിനകത്തേക്ക് സെമൻ കടക്കുന്നത് തടയുന്നു. മാക്സിമം നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ആ ഹാപ്പിനെസ് അല്ലല്ലോ വേണ്ടത്. അതിനേക്കാളും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ നിങ്ങൾ ലൂബ്രിക്കൻസ് മേടിച്ച് ഉപയോഗിക്കരുത്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ലൂബ്രിക്കന്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ധാരാളം വെള്ളവും അതുപോലെ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി ഷെയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. വൾഗർ കമന്റ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ജസ്റ്റ് കമന്റ് അങ്ങനെ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യുക കേട്ടോ. കാരണം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ടും ഇൻഫെർട്ടിലിറ്റി ടോപ്പിക്സ് കവർ ചെയ്യുന്നത് കൊണ്ടും ഈ കാര്യം നമുക്ക് പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.